നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫ്യൂലൊക്കെ അടിച്ചിട്ട് ഇനി നേരെ വർത്തകപ്പള്ളിയിലോട്ടാണ് കേട്ടോ. പോകുന്ന വഴി അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 2 പിള്ളേർ ഉറക്കമായിരുന്നു. വെളുപ്പിന് എഴുന്നേറ്റ് കാരണം 2 പേരും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ നമ്മൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ നിന്ന് അർത്തിങ്കയിൽ പോകുന്ന കഥയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മളിത് അർത്തിങ്കയിൽ എത്തി കേട്ടോ. ഇവർ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇപ്പോൾ പിള്ളേരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ പള്ളിയൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി. അത് കഴിഞ്ഞ് ഇതേ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവർ വന്നു. അങ്ങനെ നമ്മൾ നേരെ ഈ പള്ളിയിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയത് അമ്പനേർച്ച എടുക്കാനായിരുന്നു കേട്ടോ. അവിടെയും അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയി ആ ക്യൂവിലോട്ട് നിന്നായിട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി നിന്നില്ല, ഞാൻ മാത്രം പോയിട്ട് ടിക്കറ്റും ഒക്കെ എടുത്തിട്ട് വന്നു. ഇവരവിടെ വെയിറ്റ് ചെയ്ത് നിന്നേച്ചു കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് അമ്പനേർച്ചയുടെ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അമ്പനേർച്ചയൊക്കെ ഇട്ട് പുണ്യാളൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. കീയും കൊച്ചുമാണ് അമ്പെടുത്തിരുന്ന് വെച്ചത്. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ടുള്ള ക്രൗഡൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അമ്പനേർച്ചയുമായിട്ട് അവിടെ എത്തിയപ്പോൾ പുണ്യാളനെയും കണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളിയുടെ അകത്ത് നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി. പിള്ളേർക്ക് അടിമയൊക്കെ കഴിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പഴയ പള്ളിയിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞത് ഇവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പഴയ പള്ളി. അങ്ങനെ പഴയ പള്ളിയിലും കയറി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു അഡോറേഷൻ ചാപ്പൽ ഉണ്ടായിരുന്നു, അവിടേക്കാണ് കേട്ടോ. ഇതാണ് അത്. അങ്ങനെ അവിടെയും പോയി നേരം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇവിടെ മുതലാണ് കേട്ടോ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം സംഭവിക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോ പറയാമേ.